ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ പ്രയോജനകരമായ ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാനിപ്പം നല്ല വേവുള്ള അരിയുടെ ചോറാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തുറന്ന് വെള്ളം ചൂടാക്കുന്നതിനേക്കാളും നമ്മൾ അടച്ച് വെള്ളം ചൂടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം ചൂടായി കിട്ടും. അപ്പം മുകളിലത്തെ വെയിറ്റ് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോഴത്തേന് പെട്ടെന്ന് വെള്ളം ചൂടായി കിട്ടും. കാരണം അത്രയും നമുക്ക് ഗ്യാസ് ലാഭമാകും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും. അപ്പം മുകളിൽ നിന്ന് ഇതാണ്ട് നമ്മൾ അരി കഴുകി നല്ലോണം കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പോൾ വെള്ളം ചൂടാകുന്ന സമയം വരെയും നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അത്രയും നേരം കുതിർന്ന് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം ചൂടാകുന്ന സമയം മാത്രം മതി, കൂടുതൽ നേരം അങ്ങനെ വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ താണ്ട വെള്ളം ചൂടായെന്ന് അറിയുന്നത് മുകളിൽ നിന്ന് ഒരു ബബിൾസ് വരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഇതേപോലെ വരുമ്പോഴത്തേന് നമുക്ക് വെള്ളം ചൂടായെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, അത് തുറന്നിട്ട് അരിയിട്ട് കൊടുക്കുക. ഇപ്പോൾ വെള്ളം കണ്ടോ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടി. മറ്റേത് നമുക്ക് ഒരുപാട് നേരം വെള്ളം ഇരിക്കുമ്പോഴത്തേനാണ് ചൂടായി കിട്ടുന്നത്. അപ്പോൾ അത്രയും ഗ്യാസ് നഷ്ടമാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ വെള്ളം കളഞ്ഞതിന് ശേഷം അരിയെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആ വെള്ളം കളഞ്ഞതിന് ശേഷം അരിയിട്ട് കൊടുക്കുക. നമ്മൾ കുതിർത്താൻ വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് അരിയിട്ട് കൊടുക്കുന്നത്. ഇനി അതിനകത്തോട്ട് നമുക്കൊരു സ്പൂൺ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ സ്പൂൺ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, മുകളിൽ കൂടി പതഞ്ഞ് പൊങ്ങി പോകത്തേ ഇല്ല. ഇനി നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ സ്പൂൺ ഇടുന്നതുകൊണ്ട് ഉപകാരമെന്ന് വെച്ചാൽ ചോറ് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഇപ്പോൾ ദാണ്ടെ 2 വിസിലിന് ശേഷം അന്ന് തണുത്തതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോഴത്തേനും കണ്ടോ ചോറ് നല്ല പയറ് പോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വേവും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ എടുത്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക, കണ്ടോ. അപ്പം നല്ല വേവുള്ള അരിയാണിത്. ഇനിയിപ്പോൾ വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. വിസിൽ വരുന്നതിന് മുമ്പ് നമുക്ക് ഓഫാക്കിയിടാം. എന്നിട്ട് നമുക്ക് ആവിയെല്ലാം പോയതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേനും നല്ല വെന്തിരിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള പോലെ പയറ് പോലെ കിട്ടുകയും ചെയ്യും. ഇതിപ്പം വേവുള്ള അരിയായതുകൊണ്ടാണ് 2 വിസിലിന് ശേഷം അത് തണുത്തതിന് ശേഷം മാത്രമേ ഞാൻ തുറന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് പയറ് പോലെ ഇതുപോലെ ചോറ് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പൂൺ ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല, മുകളിൽ നിന്ന് പതഞ്ഞ് പൊങ്ങിപ്പോകത്തതും ഇല്ല. അപ്പം സാധാരണ ഈ അരി നമുക്ക് വേവിക്കുമ്പം 4 വിസിൽ 5 വിസിലൊക്കെ ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് നമുക്ക് അടിക്കേണ്ടി വരും. പക്ഷേ ഇതിന് അത്ര ആവശ്യമില്ല. ഒന്നെങ്കിൽ 1 വിസിൽ മതിയാകും, അതല്ലെങ്കിൽ 2. ഇപ്പോൾ എൻ്റെ കുക്കറിനകത്ത് 2 വിസിൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ വെച്ച് നോക്കി വരുമ്പോഴത്തേനും നമുക്കറിയാൻ പറ്റും. 1-2 പ്രാവശ്യം നമ്മൾ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കണക്കുകളും അളവുകളൊക്കെ അറിയാൻ പറ്റും, എത്ര ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും എന്നുള്ള രീതി. അപ്പം ചോറ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. സ്പൂണും ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ചോറ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കറി അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടാണല്ലോ നമ്മൾ ഏത് കറി അടുപ്പത്ത് വെക്കുന്നത്. അത് തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലോട്ടാക്കുക. കാരണം ആദ്യത്തെ ആ തിളപ്പ് തന്നെയാണ് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയാലും കറി തിളയ്ക്കുന്നത്. അപ്പം അതുവരേക്കും നമുക്ക് ഗ്യാസ് നഷ്ടമാവുകയില്ല. അപ്പോൾ ഏത് കറിയാണേലും ഇതേപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. കാരണം നമ്മൾ ഫസ്റ്റ് തിളച്ച അതേ വേവ് തന്നെയായിരിക്കും നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയാലും തിളയ്ക്കുക. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ കണ്ടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മളെ കിച്ചണിലൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതേപോലെ നമ്മുടെ കയ്യിൽ വാടിയ നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു അടപ്പിനകത്ത് വെച്ച് കൊടുക്കുക. കുപ്പിയുടെ ഏതെങ്കിലും ഒരു അടപ്പിനകത്ത് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പൊടിയുപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് കംഫോർട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കംഫോർട്ട് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേനും നല്ലൊരു സ്മെല്ലാണ്. പ്രത്യേകിച്ച് ഉപ്പിൻ്റെ പുറത്ത് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേനും കുറച്ച് ദിവസം ആ സ്മെല്ല് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എവിടെയാണ് ബാഡ് സ്മെല്ലുള്ളത് അവിടെയൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കാം, ബാത്റൂമിലാണേലും. അപ്പോൾ എവിടെയാണേലും അതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പം ഇനിയും അടിപൊളി ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.